HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. നമ്മൾ എല്ലാവരും കാത്തിരുന്ന HSI നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 തന്നെ വന്നു അല്ലെ? എല്ലാവരും തകൃതിയായി തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇത്തവണത്തെ HSI നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ തന്നെ നേരത്തെ കടന്നു വന്നു അല്ലെ? അപ്പൊ ഇപ്പൊ BEd പാസ് ഔട്ട് ആയ ഒരാളുകളുണ്ട്, ഒരുപാട് കാലം ടച്ച് വിട്ടുപോയി, ഇനി ലാസ്റ്റ് ചാൻസ് ആയിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കഴിഞ്ഞ ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ച് നല്ല മത്സര ബുദ്ധിയോടുകൂടി ഇപ്പൊ പഠിച്ചു തുടങ്ങുവാണ്. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും എന്താ പഠിക്കേണ്ടത്, എവിടെയാ പഠിക്കേണ്ടത്, എവിടെയാ തുടങ്ങേണ്ടത്, ഇങ്ങനെ പല ഡൗട്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ CCയിലേക്ക് ജോയിൻ ചെയ്യാം, എന്നിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇനി സമയം വളരെ വളരെ കുറവാണ്. നമുക്കറിയാം ഇപ്പോഴൊക്കെ PSC പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസത്തിനുള്ളിൽ എക്സാം നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലായിട്ട് നമ്മുടെ HSI എക്സാമും നടക്കും. അപ്പൊ മുമ്പിൽ ആകെ എത്ര ദിവസമുണ്ട്? 180 ദിവസങ്ങളുണ്ട് അല്ലെ? ഈ 180 ദിവസം കൊണ്ട് നമുക്ക് ആ വലിയൊരു സിലബസിനെ പഠിച്ച് റിവിഷൻ നടത്തി നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച് ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്തണം അല്ലെ? ഉറപ്പായിട്ടും വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 6 മാസം നമ്മള് മെനക്കെട്ട് കുത്തിയിരുന്ന അങ്ങ് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് കാണാം അല്ലെ? ഇപ്പൊ ഉള്ളത് പോലെയാണോ? അല്ല. നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനവും ഇഷ്ടവും നമ്മുടെ സമൂഹത്തിന് ഒരു ബഹുമാനം ഒക്കെ തോന്നി തുടങ്ങും. അതുകൊണ്ട് പഠിച്ചു തുടങ്ങാം. ഇനി ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇനി സമയം കളയണ്ട, ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതുവരെ പഠിച്ച പഠന രീതിയല്ല നമ്മുടെ റിസൾട്ടിനെ നിർണ്ണയിക്കുന്നത്, മറിച്ച് ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതാണ് ഇനി നമ്മുടെ റിസൾട്ട് നിർണ്ണയിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി എന്റെ വിഷയത്തിലേക്ക് വരാം അല്ലെ? അപ്പോ നിങ്ങൾ കാണുന്നുണ്ട് HSI മലയാളത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ മലയാളം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വലിയൊരു സിലബസ് ഉണ്ട്. അതിലെ ചോദ്യ രീതിയെ നമുക്കറിയാം, ഒരുപാട് പ്രസ്താവന ചോദ്യങ്ങളും ചെറിയ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചോദ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ജൂൺ 28 പാർട്ട് ടൈം HSI മലയാളം പരീക്ഷ കഴിഞ്ഞു. ഇനി പരീക്ഷ നടക്കുന്നത് കൊണ്ട് വേക്കൻസി എന്തെങ്കിലും ഉണ്ടാവുമോ, കാര്യമുണ്ടോ ഇനി പഠിച്ചിട്ട്, ഇങ്ങനെ കുറെ ഡൗട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എക്സാമിന് വേണ്ടി ഏത് ജില്ല ഞങ്ങൾ തെരഞ്ഞെടുക്കണം എന്നിങ്ങനെ പല കൺഫ്യൂഷനും ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ തീർത്തു തരിക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ഉദ്ദേശം. അപ്പൊ നിങ്ങളോട് ഞാൻ ഇന്ന ജില്ല നിങ്ങൾ തെരഞ്ഞെടുക്കൂ അല്ലെങ്കിൽ ഈ ജില്ലയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കൂ എന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങൾ തന്നെ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ പക്ഷേ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇതുവരെ നിലവിലുള്ള ലിസ്റ്റിലെ എത്ര പേർക്ക് അഡ്വൈസ് കിട്ടി എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി നമുക്കറിയാം, HSI മലയാളത്തിന്റെ കാറ്റഗറി നമ്പർ എത്രയാ? 601/2024 ആണ്. അപ്പൊ അതിന്റെ സാലറി സ്കെയിൽ ഒക്കെ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാലറി അറിയാലോ, 41,300 മുതൽ 87,000 രൂപ വരെ. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം അല്ലെ? അപ്പൊ ജില്ലാ അടിസ്ഥാനത്തില് പ്രതീക്ഷിത ഒഴിവ് നോക്കുവാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ ഒഴിവുകളും ഉണ്ട്. അപ്പൊ കുറച്ചല്ല വേക്കൻസി ഉള്ളത്, ഒരുപാട് ഒഴിവുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മികച്ച രീതിയിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇതാ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ നിയമന സാധ്യത. അപ്പൊ നിലവിലുള്ള ലിസ്റ്റിൽ നിന്നും എത്ര അഡ്വൈസുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തിരുവനന്തപുരത്ത് നോക്കിയേ, തിരുവനന്തപുരത്ത് 87 അഡ്വൈസുകൾ പോയിട്ടുണ്ട്, 87 അഡ്വൈസുകൾ. കൊല്ലത്തോ 29 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. പത്തനംതിട്ടയിലാണെങ്കിൽ 10 അഡ്വൈസാണ് പോയേക്കുന്നത്. ആലപ്പുഴയിൽ 27 അഡ്വൈസുകൾ, കോട്ടയത്ത് 18, എറണാകുളം 28, ഇടുക്കി 19, അതുപോലെ തൃശ്ശൂര് 21 അഡ്വൈസുകൾ, പാലക്കാട് 44 അഡ്വൈസ്, മലപ്പുറം 60 അഡ്വൈസ്, കോഴിക്കോട് 39 അഡ്വൈസ്, വയനാട് 8 അഡ്വൈസ് പോയിട്ടുണ്ട്, കണ്ണൂര് 42 അഡ്വൈസും,
കാസർഗോഡ് 54 അഡ്വൈസും ആണ് പോയിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയേക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് മലപ്പുറവുമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നതും അതുപോലെ തന്നെ കട്ട് ഓഫ് എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി നമ്മളുടെ ഉചിതം പോലെ എന്താണ് നമുക്ക് ഏത് ജില്ല നമുക്ക് ചൂസ് ചെയ്യാം എന്ന് നോക്കി കൃത്യമായിട്ട് അപേക്ഷിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഒന്നുകൂടി പറയാണ്, പ്രതീക്ഷിത ഒഴിവുകൾ നമുക്ക് ധാരാളം ഒഴിവുകൾ വരാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. ഇനിയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ സമയം നമ്മുടെ മുമ്പിലില്ല. ഇവിടെ ഡേ ടു ഡേ ടൈം ടേബിള് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ട്, വീക്കിലി എക്സാമുകൾ ഉണ്ട്. ക്ലാസ് എടുക്കുന്നത് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഡോക്ടർ ജെയിംസ് മണിമല സാറ്, അനുശ്രീ മിസ്, ജോസ് സാറ് ഒക്കെയാണ്. അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും നിങ്ങളുടെ പഠനത്തെ മികച്ചതാക്കാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇനി സമയം കളയാതെ പെട്ടെന്ന് CC ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ മിഷൻ ബാച്ച് മലയാളത്തിന് മാത്രമല്ല മറ്റെല്ലാ വിഷയങ്ങൾക്കും ഇവിടെ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ചല്ലേ കുറെ ആകുലതകളും വ്യാകുലതകളും സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ ഈ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ ജെയിംസ് മണിമല സാറ് ഈ വരുന്ന ജനുവരി 10 രാത്രി 7 മണി മുതൽ 8 മണി വരെ ഒരു യൂട്യൂബ് ലൈവില്, ഒരു ഫ്രീ സെക്ഷൻ ആണ് യൂട്യൂബ് ലൈവില് നിങ്ങളോടൊപ്പം എത്തുകയാണ്. അപ്പൊ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളൊക്കെ തീർത്ത് സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരും. എവിടെ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ, ഇവിടെ ഇപ്പൊ എത്ര ഒഴിവുകളുണ്ട്. സാറ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പഠനത്തിന് ഒരു നല്ല തുടക്കം തന്നെ കുറിച്ചു തരും. അപ്പൊ ഡേറ്റ് മറക്കരുത്, ജനുവരി 10 രാത്രി 7 മണിക്കാണ്. എല്ലാവരും ആ ഒരു വെബിനാറിൽ പങ്കെടുക്കണം കേട്ടോ. അപ്പൊ ഈ വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവര് പറഞ്ഞു തരും. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ മിഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ആ ബാച്ചിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പഠനം കൃത്യമായ രീതിയിലും മികച്ച രീതിയിലും കൊണ്ടുവരിക. ഈ വർഷം നമ്മുടേത് തന്നെ ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയാണ്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. താങ്ക്